അംശയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. കാണാം പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള മുംബൈ പോരാട്ടത്തിലേക്കായിരുന്നു എല്ലാ കണ്ണുകളും. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിന് വേണ്ടിയായിരുന്നു BJP നയിക്കുന്ന മഹായുദ്ധിയും വീണ്ടും ഒന്നിച്ച താക്കറെ കസിൻസും പ്രധാനമായും പോരാടിയിരുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ അടക്കമുള്ള 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആധിപത്യം പുലർത്തി BJP നയിക്കുന്ന മഹായുദ്ധി സഖ്യം. മുംബൈ, പൂനെ, പിംപ്രി ചിഞ്ചുവാഡ് എന്നിവയുൾപ്പെടെ എല്ലാ നഗരങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ആദ്യഘട്ട വോട്ടെണ്ണൽ മുതൽ BJP മുന്നിലായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടത് കോൺഗ്രസിനും താക്കറെ കസിൻസിനുമാണ്. മുംബൈ നഗരസഭയായ BMC ഉൾപ്പെടെ പ്രധാന കോർപ്പറേഷനുകളിൽ മഹായുദ്ധി സഖ്യം വലിയ മുന്നേറ്റം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹായുദ്ധിയുടെ ശക്തമായ സാന്നിധ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPയുടെ നേതൃത്വത്തിന് പുതിയ ആത്മവിശ്വാസം നൽകുന്നുവെന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്രയുടെ നഗര രാഷ്ട്രീയം പുതിയ ദിശയിലേക്ക് മാറുമെന്നതാണ് സൂചന. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റിൽ, അതേസമയം 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുഴുവൻ ഇടനാഴിയും 2029 ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. റെയിൽവേ ടൂറിസത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ അതിവേഗ റെയിൽ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പ്പാകും. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അടുത്ത വർഷം ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. पहला सेक्शन है सूरत से बिलीमोरा ओपन होगा, उसके बाद में वापी से सूरत ओपन होगा 15 अगस्त 2027. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുഴുവൻ ഇടനാഴിയും 2029 ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. വിദ്യാഭ്യാസം, ഗവേഷണം, ആഗോള അക്കാദമിക് നേതൃത്വം, ഈ 3 മേഖലകളെയും ഒരേ പാതയിൽ കൂട്ടിച്ചേർത്ത അപൂർവ വ്യക്തിത്വമാണ് പ്രൊഫസർ ഡോക്ടർ പ്രകാശ് ദിവാകരൻ. വ്യവസായ രംഗത്ത് നിന്ന് സർവകലാശാല ഭരണത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശ നൽകുകയാണ്. വിദ്യാഭ്യാസം, ഗവേഷണം, ആഗോള അക്കാദമിക് ലീഡർഷിപ്പ്, ഈ 3 മേഖലകളെയും ഒരേ പാതയിൽ കൂട്ടിച്ചേർത്ത അപൂർവ വ്യക്തിത്വമാണ് പ്രൊഫസർ ഡോക്ടർ പ്രകാശ് ദിവാകരൻ. വ്യവസായ രംഗത്ത് നിന്ന് സർവകലാശാല ഭരണത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര രാജ്യത്ത് ഉയർന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശ നൽകുകയാണ്. വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഒരു പ്രചോദനമായി നിലകൊള്ളുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള എപ്പോഴും ഒരു പ്രചോദനമായി വർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ സാധീകരണമാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് ഞാൻ എത്തിയതും ഇൻഡസ്ട്രിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിലേക്ക് വഴിമാറി ഞാൻ ആ സേവന സന്നദ്ധനായി നിലകൊള്ളുന്നതും. ഓരോ കുട്ടികളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് അവർക്കുള്ള ഉപദേശങ്ങൾ നൽകി അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്ന ഒരു മാർഗം. 30 വർഷത്തിലധികം നീളുന്ന അക്കാദമിക് കോർപ്പറേറ്റ് മേഖലയിലെ അനുഭവ സമ്പത്തോടെ ഇന്ന് ഹിമാലയൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് പ്രൊഫസർ ഡോക്ടർ പ്രകാശ് ദിവാകരൻ. ഹിമാലയൻ യൂണിവേഴ്സിറ്റിയുടെ 8ാമത്തെ കോൺവെക്കേഷൻ സെറമണി ബഹുമാനപ്പെട്ട അരുണാചൽ പ്രദേശ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ KT പർനായിക് സാറിന്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. 621ഓളം വരുന്ന UG, PG അതുപോലെ തന്നെ PhD കുട്ടികളാണ് ബിരുദധാരികളായത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസൃതമായിട്ടുള്ള കരിക്കുലമാണ് ഹിമാലയൻ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്. റിസർച്ച് ഓറിയന്റഡും അതുപോലെ തന്നെ സ്കിൽ ഓറിയന്റഡുമായിട്ടുള്ള വിദ്യാഭ്യാസത്തെയും ഗവർണർ അഭിനന്ദിക്കുകയുണ്ടായി. രാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനം ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺസിനെ വാർത്തെടുക്കാനാണ് ഹിമാലയൻ യൂണിവേഴ്സിറ്റി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ പ്രകാശ് ദിവാകരൻ സപ്ലൈ ചെയിൻ, ഓപ്പറേഷൻസ്, ഇന്റർനാഷണൽ ബിസിനസ് മേഖലകളിൽ വിദഗ്ധനാണ്. ടാറ്റ യാസാക്കി, മിന്ത ഇൻഡസ്ട്രീസ്, പോളിറബ് എക്സ്ട്രൂഷൻസ് തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങളിലെ സേവനം അക്കാദമിക് സമീപനത്തിന് വ്യവസായ ബോധം പകർന്നു. വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, പ്രൊഫസർ എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം. ഇതുവരെ 15ഓളം PhD ഗവേഷകരെ വിജയകരമായി നയിച്ചിട്ടുണ്ട്. 120ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ സ്കോപ്സ് UGC അംഗീകൃത ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രകാശ് ദിവാകരനെ രാജ്യത്തെ മുൻനിര ഗവേഷണ നേതാക്കളിൽ ഒരാളാക്കി മാറ്റുന്നു. സിംഗപ്പൂർ, ദുബായ്, മലേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, അമേരിക്ക അന്താരാഷ്ട്ര ഗവേഷണ സമ്മേളനങ്ങളിൽ മുഖ്യപ്രഭാഷകനായും കോൺഫറൻസ് ചെയർമാനായും 50ലധികം
അക്കാദമിക് വേദികളിൽ നേതൃത്വം നൽകി. ഈ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബോധ്യപ്പെടുത്തതാണ് നമ്മുടെ റോഡുകളെല്ലാം നല്ല രീതിയിലാണ്. ഇത് ബിസിനസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആരും പറയത്തില്ല ഈ റോഡൊക്കെ നന്നാക്കി എന്ത് കൊടുക്കാനാ, ഇതിന് വീതി കൂട്ടി എന്ത് കൊടുക്കാനാ, അല്ലെങ്കിൽ വേഗത എന്തിനാന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് സ്പീഡിലെത്തണം. അതായത് നമുക്ക് ഇൻവെൻട്രി ഒരുപാട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഡെഡ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് പോയി എന്നാണ് അർത്ഥം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ആഗോള വേദികളുമായി ബന്ധിക്കുന്ന പാലമാണ് ഈ പ്രവർത്തനങ്ങൾ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുസ്ഥിരത എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് മുഖ്യ ദർശനം. ഗവേഷണവും വ്യവസായവും കൈകോർക്കുന്ന വിദ്യാഭ്യാസ മാതൃകയാണ് പ്രകാശ് ലക്ഷ്യമിടുന്നത്. മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഡോക്ടർ പ്രകാശ് ദിവാകരൻ വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പുരോഗതിയുടെ ആയുധമായി കാണുന്ന ഗുരുവാണ്. അക്കാദമിക് മികവും സാമൂഹ്യ ഉത്തരവാദിത്വവും ഒരുമിക്കുന്ന ഈ യാത്ര ഭാവിയിലെ വിദ്യാഭ്യാസ ഇന്ത്യക്ക് കരുത്താകുകയാണ്. വിവാദങ്ങളിലൂടെ പുസ്തകവൽക്കരണം ശ്രമിക്കുന്ന പ്രവണത തെറ്റാണെന്ന് പ്രശസ്ത നോവലിസ്റ്റ് ആർ രാജശ്രീ. പുറം വായന കൊണ്ട് മാത്രം ഒരു നോവലിനെ വിലയിരുത്താനാകില്ലെന്നും രാജശ്രീ മുംബൈയിൽ ന്യൂ ബോംബെ കേരളീയ സമാജത്തിന്റെ സാഹിത്യ സദസ്സായ അക്ഷരസന്ധ്യയുടെ 11ാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു രാജശ്രീ. സമകാലിക മലയാള നോവൽ സാഹിത്യത്തിലെ പ്രമുഖ ശബ്ദങ്ങളിലൊന്നായ രാജശ്രീയുടെ മുംബൈയിലെ ആദ്യ സന്ദർശനമാണിത്. അതായത് കേരളം വിട്ടിട്ട് പുറത്തുപോയി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് നമ്മുടെ ദേശം എന്താണെന്ന് കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും. അവർ കുറെ കൂടി ആഴത്തിൽ നമ്മുടെ ദേശത്തെ അറിയാൻ ശ്രമിക്കുന്നു. നോവലിന്റെ പുറം വായനയിലൂടെ മാത്രം വിലയിരുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി രാജശ്രീ ചൂണ്ടിക്കാട്ടി. നോവൽ ശരിക്കും അതിന്റെ ഒരു കഥ വെറുതെ പറഞ്ഞു പോകുക എന്നുള്ളതല്ല നോവലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ബൃഹത്തായ ക്യാൻവാസിൽ രചിക്കപ്പെടുന്ന നോവൽ പ്രമേയപരമായ സൗന്ദര്യം മാത്രമല്ല, ഭാഷയുടെയും ആഖ്യാന സൗകുമാരത്തിന്റെയും സമന്വയമാണെന്നും കഥാകാരി പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായിരിക്കുക, അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് നോവലിന്റെ ക്രാഫ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എഴുത്തുകാർക്ക് സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ടെന്നും വിവാദങ്ങൾ ഉയരുമ്പോൾ ഇടപെടുന്നവർ സത്യാവസ്ഥ പരിശോധിക്കാനുള്ള ബാധ്യത പോലും നിർവഹിക്കുന്നില്ലെന്നും രാജശ്രീ വിമർശിച്ചു. പിന്നെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഇടപെടുന്ന ആൾക്കാരുടെ ഒരു ഉത്തരവാദിത്തമേ അല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പുസ്തകം എഴുതി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. പക്ഷെ ഒരു വിവാദം ഉണ്ടാക്കിയാൽ ചെറുപക്ഷെ അതങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ഇപ്പം വെറുതെ വിവാദം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പബ്ലിഷറെ വിളിക്കുക, ഞാനിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ പുസ്തകത്തിൻ്റെ 1000 കോപ്പി അടിച്ചു തരുമോ എന്ന് ചോദിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജശ്രീയുടെ നോവലുകൾ ആസ്പദമാക്കി നടന്ന സംവാദത്തിൽ സദസ്സും എഴുത്തുകാരിയും സജീവമായി പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ PR സഞ്ജയ് പരിപാടികൾ നിയന്ത്രിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വിശേഷങ്ങൾ.